രോഹിതേട്ടാ, നേഷൻ ഫസ്റ്റിന്റെ എക്സിറ്റ് പോൾ നമ്മൾ പ്രവചിക്കുന്നത് UDF 82 മുതൽ 91 സീറ്റ് വരെ നേടി അധികാരത്തിലെത്തുമെന്നും LDF 49നും 58നും ഇടയ്ക്ക് സീറ്റുകൾ നേടുമെന്നും NDA BJPക്ക് സീറ്റുകളൊന്നും ലഭിക്കില്ല എന്നുമാണ്. 99 സീറ്റ് നേടിയ LDF എങ്ങനെയാണ് ഈ പറഞ്ഞ 49നും 58നും ഇടയ്ക്ക് വരുമെന്ന് പ്രവചിക്കാൻ സാധിക്കുന്നത്? മേഘ, ഈ 2026 UDF നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ അധികാരത്തിലെത്തുകയാണെങ്കിൽ ആ നിയമസഭയിലെ അംഗസംഖ്യ മിനിമം 82 ആയിരിക്കും എന്നുള്ളത് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. 82-ൽ താഴേക്ക് ഒരു സംഖ്യയിലേക്ക് പോവുകയാണെങ്കിൽ, അങ്ങനെ പോകേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായും ഇവിടെ തുടർഭരണം ഉണ്ടാകും. UDF അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ 82 സീറ്റുകൾ മിനിമം ലഭിക്കും. കാര്യം ഈ റിപ്പോർട്ടർ TVയും മറ്റ് ഇടത് അനുകൂല മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് പോലെ ഇവിടെ വലിയ തരംഗമില്ല, ഭരണവിരുദ്ധ വികാരമില്ല എന്നൊന്നുമല്ല. നാട്ടിൽ ഭരണവിരുദ്ധ വികാരം വലിയ തോതിലുണ്ട്. മുരളീധരൻ പറഞ്ഞതുപോലെ സ്ത്രീ മനസ്സുകൾ, കേരളത്തിലെ സ്ത്രീ സമൂഹം ഒന്നടങ്കം ഈ ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്നു. അടുക്കളയിൽ പാചകം ചെയ്യുന്നവർ, ജോലിക്ക് പോകുന്നവർ തുടങ്ങി നമ്മളുടെ നിരന്തരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, എന്നാൽ പൊതുമണ്ഡലങ്ങളിൽ രാഷ്ട്രീയ മണ്ഡലങ്ങളിലേക്ക് സജീവമാകാതെ വോട്ടുകൾ എപ്പോഴും ഇരിക്കുന്ന വീടുകൾക്കുള്ളിലാണ്. ആ വീടുകൾക്കുള്ളിലെ വോട്ടുകൾ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഒരു ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇലക്ഷൻ്റെ ക്യാമ്പയിനുകൾ, ഇലക്ഷൻ ദിവസത്തെ ആളുകളുടെ ആവേശം, പ്രചരണ പരിപാടികളൊക്കെ കണ്ടിട്ടായിരുന്നു. പിന്നീട് അത് സോഷ്യൽ മീഡിയയിലേക്ക് വഴിമാറി. ഇത് രണ്ടിലും പെടാതെ നിൽക്കുന്നൊരു വലിയ സമൂഹം ഇന്നും അടുക്കളയ്ക്കുള്ളിലും വീടുകൾക്കുള്ളിലും ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ആളുകൾ ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചിരുന്നു. തുടക്കത്തിൽ മേഘ ചോദിച്ചതുപോലെ 98 സീറ്റുകളുമായി അധികാരം കൈയാളുന്നൊരു സർക്കാർ, അതിൽ 95ഓളം പേര് മത്സരിക്കുകയാണ്. 20 മന്ത്രിമാരുണ്ടെങ്കിൽ 20 മന്ത്രിമാർ മത്സരരംഗത്തുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് പരാജയപ്പെടാൻ സാധിക്കുക എന്നൊരു ചോദ്യം നമ്മളുണ്ടായിരുന്നു. ഇപ്പോൾ CPM-ൻ്റെ തന്നെ അവലോകന യോഗങ്ങളിൽ നിന്ന് പുറത്തുവിട്ട് എന്താണ്, 9 മന്ത്രിമാരുടെ കാര്യം കഷ്ടത്തിലാണ് എന്നാണ്. 9 മന്ത്രിമാർ ജയസാധ്യത ഇല്ല എന്നൊരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് വരുന്നു. കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മത്സരിച്ച മന്ത്രിമാരിൽ പരാജയപ്പെട്ടത് ഒരേ ഒരു മന്ത്രിയാണ്, അത് മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു. അതിനുള്ള കാരണമൊക്കെ നമുക്കറിയാം. PC വിശ്വനാഥ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കൃത്യമായ ചടുലമായ നീക്കങ്ങൾ, ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട അഴിമതി കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ 20 മന്ത്രിമാർ ഇത്തവണ മത്സരിക്കുമ്പോൾ അതിൽ 9 മന്ത്രിമാരും പരാജയപ്പെടുമെന്ന് ഇടതുപക്ഷം തന്നെ പഠിച്ച് പറയുമ്പോൾ, ഈ പറയപ്പെടുന്ന 98 സീറ്റുകളിൽ മത്സരിക്കുന്ന MLA-മാരിൽ 98 MLA-മാരിൽ 95ഓളം MLA-മാർ മത്സരിക്കുന്നു. 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നു. ഈ 140 മണ്ഡലങ്ങളിലെ മത്സരിക്കുമ്പോൾ അതിൻ്റെ ഒരു 40 സീറ്റിന് മുകളിലേക്കൊക്കെ മാത്രമായി, ഒരു 40-45 സീറ്റുകൾക്ക് മുകളിലേക്കായി ഇടതുപക്ഷം ഒതുങ്ങാൻ പോവുകയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരെ കണ്ടിട്ടാണ് ഇടതുപക്ഷത്തിന് ഇത്തവണ വോട്ട് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവർ പറയും, തുടർഭരണം നേടി കൊടുത്ത പിണറായി വിജയൻ ചരിത്രത്തിൽ, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ EMS-നോ VS അച്യുതാനന്ദനോ പോലും, നയനാർക്കോ പോലും സ്വാധിക്കാൻ കഴിയാത്ത, ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ K കരുണാകരനോ AK ആൻ്റണിക്കോ ഉമ്മൻചാണ്ടിക്കോ സ്വാധിക്കാതെ പോയ തുടർഭരണം എന്ന് പറയുന്ന ഒരു മഹാത്ഭുതം കേരള രാഷ്ട്രീയത്തിൽ സംഭവിപ്പിച്ച നേതാവിൻ്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. തുടർഭരണം സംഭവിച്ചത് പിണറായി വിജയനാണോ? അല്ല, കോവിഡ് എന്ന് പറയുന്ന നാട്ടിലുണ്ടായ ഒരു പാൻഡമിക് സിറ്റുവേഷനാണ്. സ്വാഭാവികമായും ദുരന്തമുഖങ്ങളും ഈ പാൻഡമിക് സിറ്റുവേഷൻസ്, പകർച്ചവ്യാധികൾ, ഇതൊക്കെ എപ്പോഴും ഭരണകൂടങ്ങൾക്ക് വലിയ താല്പര്യമുള്ള വിഷയമാണ്. അതൊരു പരസ്യമായ രഹസ്യമാണ്. ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചാൽ ഒരു മനുഷ്യൻ എന്ത് കഴിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറണം, ഒരു മനുഷ്യൻ എപ്പോൾ ഉറങ്ങണം, ഒരു മനുഷ്യൻ എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു വരണം, ഒരു മനുഷ്യൻ എങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തണം എന്നൊക്കെ കൃത്യമായി ആ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വീടുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട ജനതയ്ക്ക് കിറ്റുകളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുത്തും ഈ കമ്മ്യൂണിറ്റി കിച്ചണുകളിലൂടെ ആഹാരം എത്തിച്ചു കൊടുത്തുമൊക്കെ ഒരു സർക്കാർ അവർക്കൊരു നാഥനുണ്ട് എന്നൊരു പ്രതീതിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വാർത്താ സമ്മേളനങ്ങൾ വന്നിരുന്നുകൊണ്ട് അയൽവക്കത്തെ പശുവിന് കാടി കൊടുക്കുന്നതിനെ പറ്റിയും, അമ്പല കാമ്പൗണ്ടിലെ കുരങ്ങന്മാർക്ക് പഴവർഗ്ഗങ്ങൾ കൊടുക്കുന്നതിനെ പറ്റിയും, തളച്ചിടപ്പെട്ട മൂരികൾക്ക് ആഹാരം കൊടുക്കുന്നതിനെ പറ്റിയും, ആനകൾക്ക് പട്ട കൊടുക്കുന്നതിനെ പറ്റിയും, മനുഷ്യന് ആഹാരം കൊടുക്കുന്നതിനെ പറ്റിയും ഒക്കെ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനം എന്താണ് ചിന്തിച്ചത്? നാട്ടിലാകെ അടച്ചുമൂടപ്പെട്ടൊരവസ്ഥയാണ്, ഒരു പാൻഡമിക് സിറ്റുവേഷനാണ്. ഒരു ഭരണകൂടം മാറുമ്പോൾ, ഒരു ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പിലൂടെ ഒരു ഭരണകൂടം മാറുമ്പോൾ പുതിയൊരു ഭരണകൂടം ഇതുമായി വന്ന് അഡാപ്റ്റ് ആവാൻ ചിലപ്പോൾ താമസം വരും. അപ്പോൾ എന്തായാലും നാട് മുഴുവൻ നശിച്ചു കിടക്കുന്നു. നാട്ടിൽ ജനങ്ങൾക്ക് പകർച്ചവ്യാധികൾ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഭരണകൂടം തന്നെ തുടർന്നാൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിലും കിട്ടുമല്ലോ, അല്ലെങ്കിൽ
ആ ഒരു സിസ്റ്റം അതേ രീതിയിൽ ഫോളോ ചെയ്ത് പോകാൻ സാധിക്കുമെന്നൊരു വിശ്വാസത്തിൽ ഈ പറയപ്പെടുന്ന അടുക്കളകൾക്കുള്ളിൽ വീടുകൾക്കുള്ളിൽ ഒതുങ്ങിയ വോട്ടുകൾ ഇടതുപക്ഷത്തിന് അൺബ്ലോക്കായി ലഭിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ചില ഫാക്ടറുകൾ, അതായത് ഒരു വലിയ രീതിയിൽ BJPക്ക് ഉണ്ടായ നാട്ടിലുണ്ടായ ഒരു വളർച്ചയുണ്ട്. ഈ ന്യൂനപക്ഷങ്ങളെ വല്ലാത്ത രീതിയിൽ ആക്രമിച്ചുകൊണ്ട് സംഘപരിവാർ ശക്തികൾ ഇവിടെ വളരുമെന്നും സംഘപരിവാർ ശക്തികൾ വളർന്നാൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സംഘപരിവാർ ശക്തികൾ വളരുമെന്നും സംഘപരിവാർ ശക്തികൾ വളർന്നാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കുമെന്നൊരു വല്ലാത്തൊരു പ്രചരണം അഴിച്ചുവിടാൻ, അത് ജനങ്ങളിലേക്ക് കുത്തിവെക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും 2021 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ, അത് ക്രൈസ്തവ വിഭാഗങ്ങളാകട്ടെ അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളുടെ വോട്ടുകളാകട്ടെ, ഇവ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ആർക്കും സാധിച്ചു? പിണറായി സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ സപ്പോർട്ടോടുകൂടി നേരത്തെ ഞാൻ പറഞ്ഞ നിഷ്പക്ഷമതികളായ വീടുകൾക്കുള്ളിലുള്ള വോട്ടുകളുടെ സപ്പോർട്ടോടുകൂടിയാണ് രണ്ടാം പിണറായി സർക്കാർ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ഒരു 99 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം ഈ സർക്കാർ ചെയ്തതെന്താ? അധികാരത്തിലേക്ക് എത്താൻ സഹായിച്ച ഡിപ്പാർട്ട്മെൻറ്റുകൾ, വകുപ്പുകൾ, ഭരിച്ചിരുന്ന ഭരണാധികാരികളെ മുഴുവൻ എടുത്ത് പുറത്തു കളയുന്നൊരു സാഹചര്യം ഉണ്ടായി. ആരോഗ്യവകുപ്പ് KK ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു കേട്ടുവെങ്കിലും പിന്നീട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് അവരുടെ ഇമേജ് ജനങ്ങൾക്കിടയിൽ ഇടിഞ്ഞു താഴാനുള്ള പ്രധാന കാരണം പിണറായി വിജയനും പിണറായി സർക്കാരും തന്നെയാണ്. അവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. കിഫ്ബി പദ്ധതിയിലൂടെ ഈ നാടിന് ഒരു വികസനത്തിന് ഒരു പുതിയ മുഖം തുറന്നിട്ട ഡോക്ടർ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാൻ പോലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2021 തിരഞ്ഞെടുപ്പിൽ ഈ പിണറായി സർക്കാർ തയ്യാറായില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അഴിമതിരഹിത ഭരണത്തിലൂടെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാടിന് വേണ്ടുന്ന പൊതുപ്രവർത്തനങ്ങളുമായി നിന്ന പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G. സുധാകരനെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഡോക്ടർ TM തോമസ് ഐസക്കിനെയും ഈ പറയപ്പെടുന്ന G. സുധാകരനെയും ഈ പറയപ്പെടുന്ന ശൈലജ ടീച്ചറെയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഇവർ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്ന മന്ത്രിമാരുടെ പേരുകൾ നമ്മൾ മനസ്സിലാക്കണം. ഷംസീറിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് DYFIയുടെ ഒരു നേതാവ് അല്ലെങ്കിൽ CPMൻ്റെ ഒരു നേതാവ് നിയമസഭയിൽ ഇരിക്കുമ്പോൾ ആദ്യ തവണ നിയമസഭയിലേക്ക് വിജയിച്ചു വന്ന മുഹമ്മദ് റിയാസിന് കൊടുത്ത വകുപ്പുകളാണ് ഏറ്റവും, അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതിലല്ല, അദ്ദേഹത്തിന് കൊടുത്ത വകുപ്പുകളാണ് 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും മുഹമ്മദ് റിയാസിന് കൈമാറുന്ന സാഹചര്യം നമ്മൾ കണ്ടു. KK ശൈലജ ടീച്ചറെ പോലെ പരിണതപ്രജ്ഞയായ ഒരാൾ, അത്രയും ജനകീയ മുഖവുമായി നിന്ന ഒരാൾ കൈയാളിയിരുന്ന ആരോഗ്യവകുപ്പ് വീണ ജോർജിന് കൊടുക്കുന്നു. വീണ ജോർജിന് കൊടുക്കുമ്പോൾ വീണ ജോർജ് സഭയുടെ ആളായതുകൊണ്ട് കൊടുത്തു എന്നൊക്കെ പറയും. അല്ലെങ്കിൽ പോട്ടെ, ആരോഗ്യവകുപ്പ് ഭരിക്കാൻ പറ്റുന്ന എത്രയോ നല്ല ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആദ്യ തവണ നിയമസഭയിലേക്ക് നടന്നു ചെന്ന KN ബാലഗോപാലാണ് അവിടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ആദ്യ തവണയാണ് അദ്ദേഹം. അതായത് ഇപ്പോൾ പിണറായി വിജയനുമായി അടുത്ത് നിൽക്കുന്ന ക്യാമ്പുകളിലുള്ള ആളുകൾക്കെല്ലാം കൃത്യമായ അക്കോമഡേഷൻ നൽകാൻ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മുഹമ്മദ് റിയാസിന് ഈ പറയപ്പെടുന്ന AN ഷംസീർ നിയമസഭയിൽ വെറുതെ ഇരിക്കേണ്ടി വന്നില്ലേ? MB ഗോവിന്ദൻ മാഷ് രാജിവെച്ച് പാർട്ടി സെക്രട്ടറിയായി പോയപ്പോൾ MB രാജേഷിന് മന്ത്രിയാകേണ്ടി വന്നപ്പോഴാണ് അദ്ദേഹത്തെ നിയമസഭാ സ്പീക്കറാക്കിയത്. മറന്നു പോകരുത്. അല്ലാതെ ആദ്യം മുതൽ ഈ സർക്കാരിൻ്റെ ആദ്യം മുതൽ ഈ പറയപ്പെടുന്ന തലശ്ശേരിയുടെ മാണിക്യം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന കണ്ണൂർ രാഷ്ട്രീയത്തിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉള്ള AN ഷംസീർ മന്ത്രിസഭയിൽ വെറും ഒരു MLA ആയിരുന്നു. ഗോവിന്ദൻ മാഷ് രാജിവെക്കുകയും ആ പോസ്റ്റിലേക്ക് MB രാജേഷ്, അന്നത്തെ സ്പീക്കർ MB രാജേഷ് പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പറയപ്പെടുന്ന AN ഷംസീറിന് മന്ത്രിയാകാൻ സാധിക്കുന്നത്. MB രാജേഷിനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു നേതാവിന് ഈ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനമല്ല നൽകിയത്, തുടക്കത്തിൽ നൽകിയത് സ്പീക്കർ സ്ഥാനമാണ്. അത്രത്തോളം ജനങ്ങൾ ചേർത്ത് പിടിച്ച വിശ്വസിച്ച പല ആളുകൾക്കും തൊണ്ടിമുതൽ കേസിൽ പ്രതിയേർക്കപ്പെട്ട ആന്റണി രാജു 2.5 വർഷക്കാലം KSRTC ഭരിച്ചു. അതിനുശേഷം KSRTC മന്ത്രിയായി വന്ന ആളുടെ വിശേഷണങ്ങൾ നാട് മുഴുവൻ അറിയാവുന്നതാണ്, ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു MLA-മാർ മാത്രമുള്ള പാർട്ടികൾക്ക് പോലും അവർ മന്ത്രിസ്ഥാനം കൊടുത്തു. പക്ഷേ ആ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട പല ആളുകളെയും പുറത്തു നിർത്തിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയത്. ഇത് പാർട്ടിക്കാരോട് ചെയ്തതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. 5 വർഷക്കാലവും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പോലും ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കേരള നിയമസഭയ്ക്കുള്ളിലുണ്ടായി. ഇനി പുറത്തേക്ക് എടുക്കും. രണ്ടാം പിണറായി സർക്കാരിന് രണ്ടാമതൊരു ഭരണം കിട്ടിയതോടുകൂടി ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുള്ള സംസ്ഥാനമായി കേരളം മാറുന്നൊരു സാഹചര്യം നമുക്കറിയാം. 59 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള സംസ്ഥാനങ്ങൾ ഇല്ലാതാവുകയാണ്. മനസ്സിലാക്കണം, 59 വർഷങ്ങൾ തുടർച്ചയായി ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ, ത്രിപുരയിലോ പശ്ചിമ ബംഗാളിലോ കേരളത്തിലോ ഒക്കെയായി എവിടെയെങ്കിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമില്ല. അതാണ് പറഞ്ഞത്, ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആകാൻ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധികാരം ലഭിച്ചില്ലെങ്കിൽ, ഞാൻ പറഞ്ഞ 82 സീറ്റുകൾ നേടി
UDF അധികാരത്തിൽ എത്തിയില്ലെങ്കിലുള്ള കഥയാണ് ഞാൻ പറയുന്നത്. അതല്ല, വീണ്ടും പിണറായി വിജയൻ അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റിയെ, അദ്ദേഹത്തിൻ്റെ ഒരു ഓറയെ, അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ വീക്ഷണങ്ങളെ 100% നമ്മൾ അംഗീകരിക്കണം. ഞാൻ പിണറായി വിജയൻ ഫാനായി മാറും. സീരിയസ്ലി. വീണ്ടും പിണറായി വിജയൻ അധികാരത്തിലെത്തി ഞാൻ പിണറായി ഫാനാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും ആയില്ലേലും ആരായാലും സീരിയസ്ലി അംഗീകരിച്ചു കൊടുക്കണ്ടേ. ഒരാളുടെ കഴിവിനെ ഒരാൾ തന്നെ അംഗീകരിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും പക്ഷെ നമ്മൾ ഓരോ ജനങ്ങളോടും സംസാരിക്കുമ്പോൾ ജനങ്ങളൊക്കെ മടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോഴും പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹത്തിന് പ്രായമായി, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ പാർട്ടി പരാജയപ്പെട്ടാൽ, ഈ പ്രസ്ഥാനം പരാജയപ്പെട്ടാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുക്കുമോ എന്നൊരു ചോദ്യം വരുന്നത് ഇല്ല എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രിയാകുന്നതിനേക്കാൾ പാടാണോ പ്രതിപക്ഷ നേതാവാകുക? എനിക്കറിയില്ല. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായില്ലെങ്കിൽ ഈ വരാൻ പോകുന്ന 2026 തിരഞ്ഞെടുപ്പിൽ ആര് പ്രതിപക്ഷ നേതാവാകുമെന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ എല്ലാവരും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തപ്പിപ്പോകുന്നുണ്ട്. കോൺഗ്രസിന് പറയാൻ ജയിച്ചു വരാൻ പോകുന്ന 2 സ്ഥാനാർത്ഥികളുടെ പേരും ജയിക്കാത്ത അല്ലെങ്കിൽ പുറത്തുനിന്ന് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളുമുണ്ട്. അദ്ദേഹത്തെ ഏകദേശം താഴ്ത്തു വെച്ച മട്ടുണ്ട്. എങ്കിൽ പോലും ഹരിപ്പാട് നിന്ന് ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തല ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. VD സതീശൻ ജയിക്കുമെന്ന കാര്യത്തിൽ 1-2 യൂട്യൂബ് ചാനലുകാർക്ക് ഒഴിച്ച് വേറെ ആർക്കും സംശയമില്ല. ടൈസൺ മാസ്റ്റർക്ക് പോലും ഉറപ്പാണ് VD സതീശൻ ജയിക്കുമെന്ന കാര്യത്തിൽ. അദ്ദേഹം നല്ല MLA, നല്ല ജനപ്രതിനിധിയായിരുന്നു, നല്ല നേതാവാണ് ഈ ടൈസൺ മാസ്റ്റർ. എങ്കിൽ പോലും പറയാണ് അദ്ദേഹത്തിന് പോലും ഉറപ്പുണ്ട് VD സതീശൻ ജയിക്കുക. പക്ഷേ നാട്ടിലെ 1-2 യൂട്യൂബ് ചാനലുകാർക്ക് VD സതീശൻ പരാജയപ്പെടുമെന്ന ബ്ലണ്ടർ അടിച്ചു വിടുന്നത് കാണുമ്പോൾ നമുക്ക് ചിരി വരും. അതവിടെ പിണറായി വിജയനും പറഞ്ഞിരുന്നു ഈ പ്രതിപക്ഷ നേതാവ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായും ജയിച്ചു വരാൻ സാധ്യതയുള്ള 2 പേർ, അവർ 2 പേരിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. തിരിച്ചു ചോദിക്കട്ടെ, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പേരുകൾ ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. CPM ഒന്നും അല്ല പറയുന്നത്, മാധ്യമങ്ങളാണെങ്കിൽ പോലും സാധ്യതയുള്ളതാണ്. പിണറായി വിജയൻ ഇല്ലെങ്കിൽ പിന്നെ P രാജീവും പ്രതിപക്ഷ നേതാവാണ്. കളമശ്ശേരിയിൽ P രാജാവ് 7000 വോട്ടിന് തോക്കുമെന്ന് അവലോകനം നടത്തി പറഞ്ഞ പാർട്ടിയുടെ പേര് CPM എന്ന, കോൺഗ്രസ് എന്നല്ല, BJP എന്നല്ല. പിന്നെ പറയുന്നത് കേൾക്കുന്ന പേര് KK ശൈലജ ടീച്ചറിൻ്റെ. പേരാവൂരിൽ സണ്ണി വക്കീലല്ലാണ്ട് വേറൊരാൾ ജയിക്കില്ല എന്നുള്ളത് കണ്ണൂരുകാർക്കല്ല കേരളക്കാർക്ക് മുഴുവൻ അറിയാം. ശൈലജ ടീച്ചറിനെ ജയരാജനെ എങ്ങനെ ഒതുക്കിയോ അതേ രീതിയിൽ കണ്ണൂരിൽ തളയ്ക്കുകയാണ്. ഒരു P ജയരാജനൊന്നും ഇല്ലെങ്കിൽ ഖാദി ബോർഡ് ചെയർമാൻ സ്ഥാനം പോലും കൊടുത്തു. ശൈലജ ടീച്ചർക്ക് അങ്ങനെ കൊടുക്കാനൊന്നുമില്ല. കാരണം ഭരണം UDFന് പോവുകയാണ്. ശൈലജ ടീച്ചർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ യുഗം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആരവസാനിപ്പിക്കുന്നു? ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു KN ബാലഗോപാലിൻ്റെ പേരാണ്. 5 വർഷം മാത്രം നിയമസഭയിൽ എക്സ്പീരിയൻസിലുള്ള, ആദ്യ തവണ ജയിച്ചു ചെന്നപ്പോൾ തന്നെ പിണറായി ക്യാമ്പിലെ പല കാരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് കേൾക്കുന്നത്. കൃത്യമായൊരു രാഷ്ട്രീയ പ്രസംഗം നടത്താൻ അറിയാത്ത, കൃത്യമായൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ജനങ്ങളെ 10 പേരെ കൂട്ടും. എന്താ കേരളം കണ്ട പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഗുണമെന്താ? എൻ്റെ തലമുറ കേട്ടു തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കന്മാരുടെ പേര് പോലെ VS അച്യുതാനന്ദൻ, ഏറ്റവും നല്ല മുഖ്യമന്ത്രിയേക്കാൾ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ, ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ഉമ്മൻചാണ്ടി ചെന്ന് നിന്നാൽ നിൽക്കുന്നിടത്ത് 10,000 പേരെ കൂട്ടാൻ ത്രാണിയുള്ള നേതാവ്, അത്ര ഓറയുള്ള നേതാവ് VS അച്യുതാനന്ദനോട് തന്നെ. പിന്നീട് കണ്ടത് രമേശ് ചെന്നിത്തല, പിന്നീട് കണ്ടത് VD സതീശൻ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല സാധാരണ ജനങ്ങളുടെ ക്രൗഡ് പുള്ളർ എന്നും അദ്ദേഹത്തെ വിളിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓറയുള്ള നേതാവാണ്, കമാൻഡിങ് പവറുള്ള നേതാവാണ്. ആ സീറ്റിലേക്കാണോ KN ബാലഗോപാലിനെയൊക്കെ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചിരി വരും. KN ബാലഗോപാലിൻ്റെ അവസ്ഥ എന്താ? കൊല്ലം പിടിച്ചാൽ കേരളം പിടിക്കാം ആർക്കായാലും. ഞാനതിപ്പോഴും പറഞ്ഞ എൻ്റെ സംസ്ഥാനമായതുകൊണ്ട് രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളിലൂടെ, രക്തരൂക്ഷിതമായ സമരമുഖങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് മണ്ണാണെന്ന് ഉറപ്പിച്ചു നിർത്തിയ നിങ്ങളുടെ കണ്ണൂരിനേക്കാൾ രക്തരൂക്ഷിതമല്ലാത്ത അടിസ്ഥാനവർഗ പ്രസ്ഥാനങ്ങൾ ചെങ്കൊടി ചേർത്ത് പിടിക്കുന്ന മണ്ണാണ് കൊല്ലം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വിടുന്നതാണ് കൊല്ലം. ആ കൊല്ലത്ത് 11-ൽ 8 സീറ്റുകൾ, ഞാൻ ഇപ്പോഴും പറയുന്നു 11, ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. 11-ൽ 8 സീറ്റുകൾ UDFന് നേടാൻ സാധിക്കും. ആ 8ാമത്തെ സീറ്റ് കൊട്ടാരക്കരയാണെന്നേ. അവിടെ ജയിക്കാൻ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ അവസാന ഘട്ടത്തിലും ബാലഗോപാലിൻ്റെ PR വർക്കുകളിൽ, ബാലഗോപാലിൻ്റെ മണി പവറിൽ, അവിടുത്തെ സോഷ്യൽ മീഡിയ ചാനലുകളും ഇവിടുത്തെ മാധ്യമങ്ങളും ബാലഗോപാൽ ജയിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു കൊല്ലത്ത് KN ബാലഗോപാൽ പരാജയപ്പെടും. ഞാൻ ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാനുള്ള മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഞാൻ പറയുകയാണ്, KN ബാലഗോപാൽ പരാജയപ്പെടും. കാരണം സത്യത്തിനൊരു മുഖമുണ്ടെങ്കിൽ ആ സത്യത്തിനൊരു, ആ ധർമ്മത്തിന്
ഒരു വഴിയുണ്ടെങ്കിൽ ഇത്തവണ അത് UDF നൊപ്പമാണെങ്കിൽ, UDF തരംഗമുണ്ടെങ്കിൽ 82 സീറ്റുകൾ തേടി UDF അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ 82-ൽ 82ാമത്തെ മണ്ഡലത്തിൻ്റെ പേര് കൊട്ടാരക്കര എന്നായിരിക്കും. ഐഷ പോറ്റി MLA അവിടെ വിജയിച്ച് കയറും. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. തൊട്ടപ്പുറത്ത് പത്തനാപുരവും നേടും, കുന്നത്തൂരും നേടും, കുണ്ട്രയും നേടും, കരുനാഗപ്പള്ളിയും നേടും, ചവറയും നേടും. ആ സാഹചര്യത്തിലേക്ക് പോകും, കൊല്ലവും നേടും. ഇനി നമ്മുടെ എക്സിറ്റ് പോളിൽ NDAക്ക് ഒന്നുമില്ല എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഇപ്പോൾ നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റി. NDAക്ക് എവിടെയെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് നിങ്ങൾ ആരും പറയുന്ന ഒരു നേതാവുമായിരിക്കില്ല എന്നുള്ളതാണ്. അത് രാജീവ് ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ പാലക്കാട് മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ തിരുവല്ലയിൽ മത്സരിക്കുന്ന അനൂപ് ആന്റണി, അങ്ങനെ ഒന്നുമല്ല. BJPയുടെ സ്റ്റാർ പെർഫോമേഴ്സ് ആരും ആയിരിക്കില്ല. സൈലൻ്റായി പ്രചരണം നയിച്ചവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. ചിലപ്പോൾ അയാൾ പ്രമുഖനായ നേതാവാകാം, അല്ലാതിരിക്കാം. ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ കണക്കൂട്ടലുകൾ കൃത്യമായി പറയുന്നത്. എന്തായാലും KN ബാലഗോപാൽ ചോദിച്ചു, എല്ലാ ദിവസവും ചിക്കൻ ബിരിയാണി കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ വല്ലപ്പോഴും ഒരു ദിവസം കഞ്ഞി മതി എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത്. അതേ സാറേ, ആ കഞ്ഞിക്ക് അതിൻ്റെതായ രുചിയുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, UDF വിളമ്പാൻ പോകുന്നത് വെറും കഞ്ഞി മാത്രമല്ല സാറേ. കഞ്ഞി ഉണ്ടാകും, സദ്യ ഉണ്ടാകും, പഴങ്കഞ്ഞി ഉണ്ടാകും, ചിക്കൻ ബിരിയാണി ഉണ്ടാകും, മട്ടൻ ബിരിയാണി ഉണ്ടാകും. ഭരിക്കാൻ അറിയുന്നവനാണ് ഭരിക്കാൻ പോകുന്നത്. 10 വർഷക്കാലങ്ങൾ ഭരണമില്ലാതെ മാറി നിന്നാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, ആ രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾക്ക് നാടിന് എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായ ബോധ്യമുള്ള, കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത്. ഇതിലെയും KN ബാലഗോപാൽ പറഞ്ഞത് എന്താ? 140 മണ്ഡലങ്ങളിൽ മത്സരിച്ച UDFൻ്റെ സ്ഥാനാർത്ഥികളുണ്ട്, അതിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുണ്ട്. മത്സരരംഗത്ത് സീറ്റ് ലഭിക്കാതിരുന്ന മുഴുവൻ നേതാക്കന്മാരെയും അധികാരത്തിലെത്തിയാൽ അക്കോമഡേറ്റ് ചെയ്യും. അതൊരു പ്രതീക്ഷയല്ലേ? തീർച്ചയായിട്ടും. അത് ഒരു നിയമസഭയിൽ ഒരാൾക്കേ മത്സരിക്കാൻ പറ്റൂ. പ്രത്യേക സാഹചര്യങ്ങളിൽ മറ്റു പലർക്കും വേണ്ടി സീറ്റുകൾ മാറിക്കൊടുക്കേണ്ടി വന്ന, അവിടെ സീറ്റ് ആഗ്രഹിച്ചു നിന്ന, അതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ നേതാക്കന്മാരെയും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അക്കോമഡേറ്റ് ചെയ്യും. അവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി, പരാജയപ്പെടുന്നവർക്കായിരിക്കില്ല എന്നുള്ളതാണ് KN ബാലഗോപാൽ പറയുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ നാടിനെയും ആ ജനത്തെയും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതൊരു പ്രതീക്ഷയാണ്, പുത്തൻ പ്രതീക്ഷയാണ്. പരാജയങ്ങളിൽ നിന്ന്, അവഗണനകളിൽ നിന്ന്, കളിയാക്കലുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പറന്നുയർന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് ഇന്നത്തെ കാലത്തെ UDF. മുസ്ലിം ലീഗൊക്കെ കാണിക്കുന്ന പക്വത അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നേ. RSP കാണിക്കുന്ന പക്വത അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ 10 വർഷക്കാലം അവർ കൂടുന്നത്, അവർക്ക് വേണമെങ്കിൽ പാർട്ടി പ്രസ്ഥാനം മാറാമായിരുന്നു. ഇരു കൈകളും നീട്ടി അവരെ സ്വീകരിക്കാനപ്പുറത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവർ പോയില്ല, അവരിവിടെ ഉറച്ചു നിന്നു. വരാൻ പോകുന്ന നല്ല നാളുകളെക്കുറിച്ച് അവർ സ്വപ്നം കണ്ടു. നല്ല നാളുകൾ വന്നു ചേരുകയാണ്. എന്തായാലും 48 മണിക്കൂറുകൾക്കപ്പുറത്ത് കേരളത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ആ റിസൾട്ട് വരുമ്പോൾ എഴുതി വെച്ചോളൂ, 82 മുതൽ 91 സീറ്റുകൾക്കകത്ത് നേടിക്കൊണ്ട് UDF അധികാരത്തിലേക്ക്.